ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പ് ടീമിൽ എടുത്ത സാഹചര്യം അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നെയ്മറെ എടുത്തേക്കില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു. അതോടുകൂടി വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. നെയ്മർക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉയർന്നു. മാത്രമല്ല പിന്നീട് നെയ്മർ മികച്ച രൂപത്തിൽ കളിക്കുകയും ചെയ്തു. അതോടുകൂടി കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഈ വിഷയത്തിൽ ഒരിക്കൽ കൂടി വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതായത് മുൻപ് ബ്രസീലിന് വേണ്ടിയും ബയേണിന് വേണ്ടിയും ഒക്കെ കളിച്ചിട്ടുള്ള വ്യക്തിയാണ് ജിയോവാനി എൽബർ. അദ്ദേഹം ഇപ്പോൾ നെയ്മറെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നിലവിൽ നെയ്മർ ജൂനിയർ ഒരു മാർക്കറ്റിംഗ് മെഷീൻ മാത്രമാണ് എന്നാണ് ജിയോവാനി എൽബർ പറഞ്ഞിട്ടുള്ളത്. പണ്ട് നെയ്മർ ഒരു വേൾഡ് ക്ലാസ് താരമായിരുന്നു, പക്ഷെ ഇപ്പോൾ വെറും മാർക്കറ്റിംഗ് മെഷീൻ മാത്രമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം. എൽബർ പറഞ്ഞത് ഇങ്ങനെയാണ്: നെയ്മർ ജൂനിയറെ ടീമിൽ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ട് വലിയ ഒരു വിഭാഗം രംഗത്ത് വന്നു. രാജ്യത്തിന്റെ പ്രസിഡന്റ് കൂടി പരസ്യമായി അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വന്നു. അങ്ങനെ ആഞ്ചലോട്ടിക്ക് മേലിലുള്ള സമ്മർദ്ദം ശക്തമായി. നെയ്മറെ വിളിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലാതായി. ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാനായിരുന്നുവെങ്കിൽ നെയ്മറെ ടീമിൽ ഉൾപ്പെടുത്തുമായിരുന്നില്ല. ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നെയ്മർ കളിച്ച പോലെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് എന്നെ സർപ്രൈസ് ചെയ്തേക്കാം. പക്ഷെ എനിക്കിപ്പോൾ നെയ്മറിൽ വിശ്വാസമില്ല. പണ്ട് നെയ്മർ ഒരു വേൾഡ് ക്ലാസ് താരമായിരുന്നു, എന്നാൽ ഇപ്പോൾ നെയ്മർ വെറും ഒരു മാർക്കറ്റിംഗ് മെഷീൻ മാത്രമാണ്. ഇതാണ് മുൻപ് ബ്രസീലിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള ജിയോവാനി എൽബർ പറഞ്ഞിട്ടുള്ളത്. നെയ്മറെ വിമർശനങ്ങൾക്ക് വിധേയമാക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. തന്റെ മാർക്കറ്റിംഗ് മുഖേനയാണ് നെയ്മർ വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടിയത്. സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് നെയ്മർ വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടിയത്. ഇപ്പോൾ നെയ്മർക്ക് പഴയ പ്രതിഭയൊന്നുമില്ല, കളിമികവൊന്നുമില്ല എന്നൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ നെയ്മർ ബ്രസീലിന് വേണ്ടി കളിക്കില്ല. ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ അദ്ദേഹം സജ്ജനാകുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.